ഞാൻ ഇന്നൊരു പൊതിച്ചോറ് കഴിക്കാൻ പോവാണേ. ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം എന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നപ്പോഴാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത് നമ്മുടെ ലുലുവിന്റെ ഫുഡ് കോർട്ടിൽ ഒരു പൊതിച്ചോറ് കിട്ടുന്നുണ്ടെന്ന്. പിന്നൊന്നും നോക്കിയില്ല, വെറൈറ്റി അല്ലേ, കഴിച്ചു കളയാന്ന് തന്നെ വിചാരിച്ചു. പറഞ്ഞ പോലെ ഈ പൊതിച്ചോറ് കിട്ടുന്നത് സുപ്രീമിലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം സുപ്രീമിലെ പൊതിച്ചോറും പിന്നെ നമ്മുടെ ചില്ലോടിൽ പുതുതായിട്ട് വന്ന ആബൂർ ബിരിയാണി ആയിരുന്നേ. പക്ഷെ എന്താ ഈ തിരക്കാണ് നമ്മുടെ ചില്ലോടിൽ. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റിട്ടോ. അങ്ങനെ സുപ്രീമില് ചോറിന്റെ കൂടെ നമ്മൾ ഒരു ഹൈദരാബാദി ബിരിയാണി കൂടി ഓർഡർ ചെയ്തു. ഇവിടുത്തെ ഈ ചേട്ടൻ പറഞ്ഞത് ഈ ബിരിയാണിക്ക് ഭയങ്കര എരിവാണെന്നാണേ. ഇതാണ് നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. വരുന്നതാണ് നമ്മുടെ പൊതിച്ചോറ്. ചോറ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ചേട്ടൻ പറഞ്ഞ പോലെ അത്ര സ്പൈസി അല്ല, നല്ല സോഫ്റ്റ് റൈസിൽ ഒരു അടിപൊളി ബിരിയാണി. പക്ഷെ നമ്മൾ ബിരിയാണി കഴിക്കാനല്ലല്ലോ വന്നത്, നമുക്ക് നമ്മുടെ ഊണ് തുറന്ന് നോക്കാം. ഒരു വലിയ അയില ഫ്രൈ, സാമ്പാർ, പിക്കിള്, ചമ്മന്തി, മുട്ട, തോരൻ, ഇത്രയാണ് കേട്ടോ ഈ ഊണിൽ വരുന്നത്. എനിക്കൊന്നും ഈ ഹോസ്റ്റലേഴ്സിനൊക്കെ വീട്ടിലെ ഫുഡ് മിസ് ചെയ്തിരിക്കുകയാണെങ്കിൽ മേ ബി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ എന്തായാലും ഊണിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. കാര്യം ഊണാണ് ഓർഡർ ചെയ്തെങ്കിലും ഞാൻ കൂടുതൽ കഴിച്ചത് ബിരിയാണി ആയിരുന്നേ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഈ ഊണ് അല്ലെങ്കിൽ ബിരിയാണി